ചുടി ഇറങ്ങാം. അത് കൊള്ളാമല്ലോ. സാറ് എന്തിനാ മുറി എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തിനാ? സിനിമാ കഥ എഴുതാനല്ലേ? അത് ശരി. ഇവിടെ ശല്യമില്ലാതിരുന്ന് എഴുതാമല്ലോ. ഒരു ശല്യം ഉണ്ടാവില്ല സാർ. സാറ് സംവിധാനമായിരിക്കും. ബോർഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ ആദ്യത്തെ ദിവസം നിന്ന് കാണാറുണ്ട്. സോറി, ഇതെന്റെ ആദ്യത്തെ പടമാണ്. അപ്പൊ ആള് മാറിപ്പോയതായിരിക്കും. സാറേ, ഞാനും ഒരു കൊച്ചെഴുത്തുകാരനാണ്. എന്റെ തൂലികാ നാമം തന്നെ എന്ത്? പ്രാപ്രായം? പ്രാണച്ചമ്പലം പ്രഭാകരൻ. സാറേ, ഇപ്പോഴത്തെ സിനിമാ പ്രൊഡ്യൂസേഴ്സിനൊന്നും സ്റ്റോറി സെൻസ് ഇല്ല സാർ. തീരെയില്ല. എന്റെ കയ്യിലൊരു ഊക്കിരാൻ സാധനം എഴുപ്പുണ്ട്. പക്ഷേ അവൻ സിനിമാസ്കോപ്പിലേ കൊള്ളുള്ളൂ. സാധനം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. സൗകര്യം പോലെ ഞങ്ങൾ വാങ്ങിച്ചോളാം. തൽക്കാലം നീ ഒന്ന് പോയാട്ടെ. സാറേ, എന്റെ ക്ലൈമാക്സ് ഒന്ന് സാറന്മാരെന്താ ഇരുട്ടത്തിരിക്കുന്നത്? ചുമ്മാ ഇരിക്കുവാടോ. സ്തംഭനം വല്ലതും ആണോ? സ്തംഭനം? കഥാഗതിയിൽ എന്തെങ്കിലും സ്തംഭനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. ഒരു സ്തംഭനവും ഇല്ല. താനൊന്ന് പോയാട്ടെ. സാറേ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥ ഒന്ന് കേട്ടു നോക്കും. അപ്പൊ അറിയാം പ്രാവച്ചമ്പലത്തിന് കഥാബോധം ഉണ്ടോ. എടോ, അല്പ സമയം കിട്ടുമ്പോ തന്റെ കഥ കേൾക്കാം. ഇപ്പൊ പോ. സാറേ, നല്ല നാടൻ ഇവിടെ കിട്ടും. 2 എണ്ണം അടിച്ചാൽ ഭാവന അങ്ങ് താനേ വരും. വാങ്ങിക്കണോ? താനൊന്ന് പോകുന്നുണ്ടോ? ദേഷ്യം മൂക്കല്ല. എല്ലാ സംവിധായകരുടെയും പ്രകൃതി ഇത് തന്നെയാ. വെറുങ്കലോ അല്ലേ ചെലമ്പത്തുള്ളൂ. പിന്നെ അടി അതിനെന്നെ കിട്ടും. അതിന് വേറെ ആളെ നോക്കും. ഇവനെ ഒന്ന് ഒതുക്കി നിർത്തിയില്ലെങ്കിൽ ഒരു നിത്യശല്യമായിരിക്കും. കലാഭ്രാന്ത എങ്ങനെ വിരട്ടിയാലും പോവില്ല. ഇവിടെ തന്നെ നിൽക്കണം. വരൂ പിന്നെ. ഇതാണ് എന്റെ മകൾ ബീന. ഹലോ. 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 നമുക്ക് മുറിയിലേക്ക് പോവാം. നമുക്ക് മുറിയിലേക്ക് പോവാം. ഞാനിവിടെ വന്നോളാം. ജാനെ, നീ വാടാ. വിവരമെല്ലാം ബീന അറിഞ്ഞു കാണുമല്ലോ. അറിയാം. കുഞ്ഞമ്മ പറഞ്ഞ കാര്യം ബീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ ഏറ്റാ മതി. അത് പോരാ, എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാതി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്ത് ആലോചിക്കാനാണ് ആശാനെ? എടാ, ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടുന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആശാൻ എന്തൊരാളാ! 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതടാ. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവുമില്ല. കഥാനായികയെ അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ 2 പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനിയായിട്ടും ഹീറോയിനി അമ്മയായിട്ടും. പിന്നെ അവിടെ വെച്ചേക്കൂ. ചന്ദ്രൻ വന്നിരുന്നു. ആ ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്. അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. ചേട്ടാ, 800 രൂപ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ജോലി സ്വീകരിക്കണം? ഒരു വലിയ ഉദ്യോഗം എനിക്ക് ഉടനെ കിട്ടും. അതിലൊന്ന് ശ്രമിച്ചിരിക്കേ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഈ ഇടയായിട്ട് എന്ത് പറഞ്ഞാലും ദേഷ്യമാ. ഇത് എന്ത് പറ്റി? ആശാനെ, ആ സ്ത്രീയുടെ സംഭാഷണം എന്തിനാ ടേപ്പ് ചെയ്യുന്നേ? ചേടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിനെ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ ടേപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും, ഇല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളിത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. വാതിലടച്ചിരുന്ന് എഴുതുവാ. ക്ലൈമാക്സ് ആയിരിക്കും. അതെ. എല്ലാവരുടെയും കാൾ ഷീറ്റൊക്കെ കിട്ടിയോ? വാങ്ങി. സാറ് ഞാൻ ഒരു സാധനം ഉണ്ടെന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്ന് എഴുതിയാൽ ക്ലൈമാക്സ് തകർക്കും. ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാം. വേണ്ട. ഒരു ഗ്ലാസ് അല്ലേ? പിന്നെ ആശാനെ, അവര് വരുന്നു. വേഗം റെഡിയാക്കി. വരണം. ഇങ്ങോട്ടിരിക്കട്ടെ, ഇങ്ങോട്ട്. മകൾ വന്നില്ലല്ലോ? ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ബീനെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ. ഒരു നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. ബീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4-5 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. ബീനെ നിങ്ങളുടെ പങ്ക് അവലെത്തിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിങ്ങൾ നേരത്തെ വരെ. ഗുഡ് നൈറ്റ്. പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആശാനെ, നാളെ ഞാനില്ല. എനിക്ക് ആ പെണ്ണിനെ കാണാൻ വയ്യ. ആണും പെണ്ണുമില്ലാത്ത ഒരുതരം വേഷവും പടക്കുതിര പോലെ ചാടി ഒരുതരം നടപ്പും. എടാ ബുദ്ധൂസേ, കാര്യം നടക്കുന്നവരെ നീ ഒന്ന് അടങ്ങി നിൽക്ക്. എന്താ അലമാരിൽ രഹസ്യമായിട്ട് വെച്ച് പൂട്ടുന്നത്? ഞാൻ കാണാൻ പാടില്ലാത്ത വല്ലതാണോ? ആണെന്ന് വെച്ചോളൂ. ഈ ഇടയായിട്ട് രാജേട്ടന്റെ പെരുമാറ്റം എന്തോ രഹസ്യം സൂക്ഷിക്കുന്നവനെ പോലെയാണ്. അതൊക്കെ നിന്റെ തോന്നലുകളാണ്. അല്ല, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ. രാജേട്ടന്റെ ഓരോ ചലനങ്ങളും എനിക്കറിയാം. പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത്? നിന്നെ ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു ജീവിതം എനിക്കില്ല നിർമ്മലേ. ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇടയായി എന്തോ ഉണ്ട്. ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഭാര്യ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്ന പണം കൊണ്ട് ഭർത്താവ് ജീവിക്കുക. എല്ലാ കുടുംബങ്ങളിലും ഭർത്താവ് ജോലി ചെയ്തിട്ടാണ് ഭാര്യ ജീവിക്കുന്നത്. ഇവിടെ മറിച്ചും. ഞാൻ ജോലിക്ക് പോകുന്നത് രാജേട്ടന് അപമാനമാണെങ്കിൽ നാളെ തന്നെ ഞാൻ രാജിവെച്ചേക്കാം. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല നിർമ്മലേ. ഒരു പുതിയ ജോലിയുടെ പ്രശ്നങ്ങളുമായി ഞാൻ നെട്ടോട്ടം ഓടുകയാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇനി ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കില്ല. എഴുന്നേറ്റ് പോയി കുളിച്ചട്ടെ, നമുക്ക് ആഹാരം കഴിക്കാം. അച്ഛാ, എന്ത് മോളെ? ഞാൻ എന്റെ കൂട്ടുകാരി രാധികയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ട് വരും. ഒന്നല്ല, 2 സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും കണ്ട കാലങ്ങൾ മറന്നു.
എന്നിട്ട് എന്ത് വേണം? അല്ല, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയല്ലേ, പേര് മാറ്റണമെങ്കിൽ എന്റെ കയ്യിൽ ധാരാളം പേര് സ്റ്റോക്കുണ്ട്. സിനിമയിൽ അഭിനയിക്കാനോ? ഓ, ഞാൻ അറിഞ്ഞില്ലേ. പക്ഷെ ടെസ്റ്റ് കഴിയുന്നവരെ ഞാൻ ആരോടും പറയില്ല. കുഞ്ഞിന് ഫ്രീ ആയിട്ട് ഞാനൊരു പേര് പറഞ്ഞുതരാം. സരോരുകം. എങ്ങനെ? തായിൽ തുടങ്ങി ഗമ്മിൽ അവസാനിക്കുന്ന പേരിട്ടാ പടക്കില്ല. അല്ല, ഞാൻ ഇവരൊന്ന് ഇന്റർവ്യൂ ചെയ്യായിരുന്നു. തന്റെ ഒരു ഇന്റർവ്യൂ മേലാൽ ഇവിടെ വരുന്നവരെ ശല്യപ്പെടുത്തി തന്റെ കൈയും കളയാൻ തല്ലോടി. വരണം, ഇരിക്കൂ. പിന്നെ ഞാൻ ഫോൺ ചെയ്തിരുന്ന പോലെ കൂട്ടുകാരുടെ കൂടെ മാറ്റിനിക്ക് പോകുന്നെന്ന് അച്ഛനോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങനെ വന്നിരിക്കുന്നത്? അതെ. വെരി ഗുഡ്. സിനിമയുടെ സമയം കഴിഞ്ഞിട്ടും മകൾ വരാതിരിക്കുമ്പോ മേനോൻ ബീനയുടെ കൂട്ടുകാരിക്ക് ഫോൺ ചെയ്യും. ബീന അവിടെ ചെന്നിട്ടില്ലെന്നറിയും. അതുകൊണ്ട് എന്താ പ്രയോജനം? വളരെയുണ്ട്. മകൾ എവിടെ പോയിരിക്കും എന്നൊരു സംശയം മേനോൻ ഉണ്ടാകും. സമയം വൈകുമ്പോ അത് വേവലാതിയാകും, ടെൻഷനാകും. അപ്പോഴായിരിക്കും ഞാൻ മേനോ ടെലിഫോൺ ചെയ്യുക. എങ്ങനെ? വണ്ടർഫുൾ ഐഡിയ. എന്നാൽ ഇനി പ്ലാൻ അനുസരിച്ച് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. ഭഗവാനെ, ഇപ്പോഴെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയല്ലോ. ഇനി മിസ്സിസ് മേനോൻ വീട്ടിലേക്ക് പോയിക്കോളൂ. ബീന, അവരുടെ കാര്യം ഞങ്ങൾ ഏറ്റവും പറഞ്ഞില്ലേ, ധൈര്യമായി പോകൂ. ബീന, കുഞ്ഞമ്മ പോയിക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഓക്കെ. ബാബു വരൂ. എന്താ സാർ? ബീനയെ തൽക്കാലം നിന്നെ ഏൽപ്പിച്ച് ചെയ്യാൻ പോവുകയാണ്. എന്നെയോ? എങ്ങനെയാവില്ല നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ബീനയുടെ അച്ഛനെ രാത്രി ഫോൺ ചെയ്യണം. ഒന്ന ആശാനെ, എനിക്കിത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പ്രയാസമുള്ള ജോലിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് വീട്ടിൽ പോകണ്ടേ. ബീനെ, ഇവനിവിടെ കാണും. ഞാൻ പോയിട്ട് വരാം. അയ്യോ, അതെ. എന്താണ് അതാക്കൂലി? ഞാൻ എന്തിന്? മുറി പൂട്ടി ഞാൻ പുറത്തിരുന്നോളാം. എവിടെ വേണമെങ്കിലും ഇരുന്നോ, എല്ലാം ഭദ്രമായിരിക്കണം. അത് ഞാനായിട്ട് ആശാൻ വയ്ക്കൂ. അവള് മുറിക്ക് പുറത്ത് എങ്ങനെ ഇറങ്ങിയ ഞാൻ അരിഞ്ഞു കളയും. നീ എങ്ങനെ പുറത്തിറങ്ങി? പുറകുവശത്തെ വാതിലിൽ കൂടി. മുറിയിൽ അടച്ചിടരുത് ചേട്ടാ. അച്ഛനെ വഞ്ചിച്ച് കാശുണ്ടാക്കാൻ ഇറങ്ങിയാണല്ലേ നീ? അല്ല ചേട്ടാ, എന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേഷം കെട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല? എന്റെ ദുഃഖം കേൾക്കാൻ എനിക്കാരുമില്ല. ജീവിതത്തിൽ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ ഞാൻ ഇന്നും ക്രൂശിക്കപ്പെടുകയാണ്. ഹലോ, മേനോൻ ഹിയർ. ഗുഡ് ഈവനിങ് സർ. നിങ്ങളുടെ മകൾ ബീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പരിഭ്രമിക്കേണ്ട, അവൾക്കൊരാപത്തും വരില്ല. ഹലോ. ആരെന്നറിയേണ്ട ആവശ്യമില്ല. ചെങ്കോട്ട റോഡിൽ 25-ാം മൈലിന് സമീപം ഒരു പന്തമെരിയുന്നത് കാണാം. ഇന്ന് രാത്രി 10 ലക്ഷം രൂപ ഒരു പെട്ടിയിലാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് പോയാൽ ബീന നാളെ വീട്ടിലെത്തും. ഹലോ, ഹലോ. എന്റെ മോളെ ഞങ്ങൾ മഹാബലി തട്ടിക്കൊണ്ടുപോയി. അയ്യോ, ഇതാര് പറഞ്ഞു? എപ്പോഴും എനിക്ക് ഫോൺ ചെയ്യുന്നു. 10 ലക്ഷം രൂപ ഇന്ന് രാത്രി കൊടുത്താൽ അവിടെ കൊല്ലാതെ വിട്ടേക്കാൻ വന്ന്. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? ചെയ്യാൻ ഇനി ഒന്നേ ഉള്ളൂ, പോലീസിനെ അറിയിക്കാൻ. പോലീസിനെ അറിയിച്ചാൽ ആ ദുഷ്ടന്മാർ ബീനെ കൊല്ലും. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് പോലീസ് ചെന്നാൽ അവർ കാണാതിരിക്കുവോ? നമ്മൾ ഒറ്റിക്കൊടുത്തതാണെന്ന് അവർ മനസ്സിലാക്കിയാലുടനെ എന്റെ മോളെ വെടിവെച്ച് കൊന്നിട്ട് അവർ രക്ഷപ്പെടും. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? ആരെയും അറിയിക്കാതെ അവരാവശ്യപ്പെട്ട പണം കൊടുത്ത് ബീനെ രക്ഷിക്കണം. 10 ലക്ഷം രൂപ പോകുമെന്നോർത്ത് വിഷമിക്കാണോ? ബീനമേളക്കൾ വലുതാണോ അങ്ങേക്ക് പണം? ഞാൻ അങ്ങേക്ക് പോകാൻ ഭയമാണെങ്കിൽ ഞാൻ പോകാം. പണം എടുത്തു തരൂ. അതെവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. വേണ്ട, നീ പോകണ്ട, ഞാൻ തന്നെ പോകാം. ഓരോ നിമിഷം കഴിയും തോറും
എന്റെ മകൻ മരണത്തെ സമീപിക്കുകയാണ്. ആ ദുഷ്ടന്മാർ അവളെ നശിപ്പിക്കുന്നതിന് മുൻപ് ഈശ്വരനെ ഓർത്ത് പോയി അവളെ രക്ഷിക്കൂ. അറിയാതെ രജനി, ഉടൻ തന്നെ ഞാൻ പണം എടുത്ത് പോവാം. നിങ്ങൾ ആവശ്യപ്പെട്ട പണം പറഞ്ഞ സ്ഥലത്ത് ഇതാ വയ്ക്കുന്നു. ഈശ്വരനെ വിചാരിച്ച് എന്റെ മകളെ ഉപദ്രവിക്കാതെ വീട്ടിലെത്തിക്കണം. ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കെട്ടഴിക്കും. വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പഞ്ഞിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല? മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളിലൂടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. 1 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു?
സാറേ, ഞാൻ കണക്കുകൂട്ടിയതുപോലെ തന്നെ സംവിധായകൻ കഥാനായികയും കൊണ്ട് കടൽ മാർഗം പുതിയ ലൊക്കേഷനിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എഴുതിയിരിക്കുന്ന കഥയുടെ തുടക്കവും നായിക നായകന്മാരുടെ ഒളിച്ചോട്ടമാണ്. അതുകൊണ്ട് എന്റെ കഥയ്ക്ക് ഒരു ചാൻസ് കിട്ടിയേക്കുമെന്ന് വിചാരിച്ച് ലീവെടുക്കാതെ ഞാനും അവരുടെ പുറകെ പോവുകയാണ്. സാറിന്റെ ചാൻസ് ഞാൻ അടിച്ചെടുത്ത് കളയുമെന്ന് പേടിക്കണ്ട. സാറും ഉടനെ വന്നാട്ടെ. 2 കഥയും നമുക്ക് ഒരേ സമയത്ത് ഒരേ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം എന്ന് കഥാവചനം